Hi friends, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ 30 ഡേയ്സ് ഹെയർ ഗ്രോത്ത് ചലഞ്ചിൽ ഇന്ന് ഡേ 7 ആണ്. അപ്പോൾ നമ്മൾ ഇന്ന് മുടിയിൽ ഒരു കെരാറ്റിൻ പാക്ക് ആണ് ട്ടോ ചെയ്തു കൊടുക്കുന്നത്. ആഴ്ചയിൽ ഒരു ദിവസം പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള പാക്കുകൾ നമ്മൾ മുടിയിൽ ചെയ്തു കൊടുക്കുന്നത് ഏറ്റവും നല്ലതാണ് ട്ടോ. ഹെൽത്തി ആയിട്ടുള്ള ഒരു ഹെയർ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യാനായിട്ട് അത് നന്നായിട്ട് സഹായിക്കും. അപ്പോൾ നമുക്ക് ഇന്ന് കെരാറ്റിൻ പാക്ക് ചെയ്യാം. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ ഇപ്പോൾ നിങ്ങൾ ഇന്നലെ ആയിരിക്കും ആ പാക്ക് ചെയ്തിട്ടുണ്ടാവുക. ഇന്നലെ നമ്മളിപ്പോൾ ഹെയർ ഗ്രോത്ത് ജെല്ലായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ മുടിയൊക്കെ നല്ല ഭംഗിയായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് ട്ടോ. അപ്പോൾ നിങ്ങൾ അത് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ മുടിയുടെ ടെക്സ്ചർ ഒക്കെ മാറിയോ, നിങ്ങൾക്ക് ഇഷ്ടമായോ, അങ്ങനെയുള്ള കാര്യം എന്തായാലും നിങ്ങൾ കമന്റിലൂടെ പറയണം. അപ്പോൾ നമ്മുടെ കെരാറ്റിൻ പാക്ക് മുടിയിലേക്ക് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമുക്ക് മുടിയിൽ കുറച്ച് ഓയിൽ ആദ്യം തന്നെ തേച്ച് കൊടുക്കാം കേട്ടോ. അത് നിർബന്ധമുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ ഇത് പറയുന്നത്. കാരണം നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്ത് പോകുന്നവരാണെങ്കിൽ ചിലപ്പോൾ ഓയിൽ തേക്കുന്നത് നിങ്ങൾ കാണില്ല. അതുകൊണ്ടാണ് കേട്ടോ. അപ്പം പാക്കൊക്കെ തയ്യാറാക്കുന്നതിന് മുമ്പ് തന്നെ നമുക്ക് കുറച്ച് ഓയിൽ എടുത്തിട്ട് സ്കാൽപ്പിലും മുടിയിലൊക്കെ തേച്ച് കൊടുക്കാം. ഒരുപാട് ഓയിലല്ല, കുറഞ്ഞ അളവിൽ ഓയിൽ എടുത്തിട്ട് തേച്ച് കൊടുക്കുക കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നമ്മൾ കെരാറ്റിൻ പാക്കുകൾ പോലെയുള്ള പാക്കുകൾ ചെയ്യുന്ന സമയത്ത് എന്തായാലും മുടിയിൽ അത്യാവശ്യം ഡ്രൈനെസ് ഉണ്ടാവും. ഇപ്പോൾ ഇന്നലെ നമ്മളിപ്പോൾ കണ്ടില്ലേ, നമ്മൾ ഉലുവ ജെല്ല് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്യാവശ്യം ഒരു ഡ്രൈനെസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു ഡ്രൈനെസ്സിൻ്റെ കൂടെ നമ്മൾ കുറച്ചും കൂടി അല്ല, നമ്മൾ കെരാറ്റിൻ പാക്കും കൂടി ചെയ്ത് കഴിഞ്ഞാൽ മുടി ഒരുപാട് ഡ്രൈ ആയിട്ട് പൊട്ടിപ്പോകുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തും. അപ്പോൾ കുറച്ച് ഓയിൽ കേട്ടോ. അപ്പോൾ നിങ്ങൾ ഡ്രൈ ഹെയറുകാരാണെങ്കിൽ കുറച്ച് കൂടിയ അളവിൽ ഓയിൽ തേച്ചാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ നമ്മുടെ കെരാറ്റിൻ പാക്ക് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാലോ, നമുക്ക് ഒറ്റ യൂസിൽ റിസൾട്ട് കിട്ടും കേട്ടോ. ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഉള്ളില്ലാത്ത മുടിയാണെങ്കിൽ ഒറ്റ യൂസിൽ തന്നെ നമുക്ക് മുടിക്ക് ഉള്ളു വന്നതായിട്ട് നമുക്ക് നന്നായിട്ട് ഫീൽ ചെയ്യും. നമ്മുടെ മുടിക്ക് നല്ലൊരു കനം വെച്ചതുപോലെ ഫീൽ ചെയ്യും കേട്ടോ. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഫംഗ്ഷനൊക്കെ പോകുന്നതിൻ്റെ തലേ ദിവസം നമ്മുടെ ഈ ഒരു കെരാറ്റിൻ പാക്ക് നിങ്ങൾ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല റിസൾട്ട് കിട്ടും. അപ്പം നിങ്ങളിപ്പോൾ ഫംഗ്ഷനൊക്കെ പോവല്ല, നമ്മൾ ചലഞ്ചിൻ്റെ ഭാഗമായിട്ടാണ് ഈ കെരാറ്റിൻ പാക്ക് ചെയ്യുന്നത്, വീട്ടിലിരിക്കുകയാണ്, അങ്ങനെയൊക്കെ ആണെങ്കിൽ കുറച്ച് കൂടുതൽ ഓയിൽ തേച്ചാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. കാരണം ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എടുത്ത് പറയുന്നത്. പിന്നെ ഫംഗ്ഷനൊക്കെ പോവുകയാണെങ്കിൽ മുടി നല്ല ഭംഗിയായിട്ട് കിടക്കണമെങ്കിൽ ഒരുപാട് ഓയിലി ഫീൽ ആയ രസം ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങളുടെ മുടിയുടെ ആ ഒരു ടെക്സ്ചർ അനുസരിച്ച് നിങ്ങൾ ഓയിൽ തേച്ച് കൊടുക്കുക കേട്ടോ. ഞാൻ എടുത്ത ഓയിൽ കണ്ടില്ല. ആ ഓയിൽ ഞാൻ ഏകദേശം മൊത്തമായിട്ടൊന്നും തേച്ചിട്ടില്ല, മൊത്തമായിട്ടല്ല, അങ്ങനെ എന്താ പറയുക, ഡീപ്പ് ഓയിലിംഗ് ഒന്നും അല്ല, എങ്കിലും സ്കാൽപ്പിലും മുടിയിലും മുടിയുടെ അറ്റത്തൊക്കെ ജസ്റ്റ് ഒന്ന് ഓയിൽ തേച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ കെരാറ്റിൻ പാക്ക് മുടിയുടെ ടെക്സ്ചർ മാറ്റാൻ വേണ്ടി മാത്രമല്ല, ആഴ്ചയിൽ ഒരു തവണയൊക്കെ നമ്മൾ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ സ്കാൽപ്പൊക്കെ നല്ല ഹെൽത്തി ആയിട്ടിരിക്കാനും ഹെൽത്തി ആയിട്ടുള്ള ഒരു ഹെയർ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യാനും കെരാറ്റിൻ പാക്ക് നന്നായിട്ട് സഹായിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ മുടിയിൽ ഓയിലൊക്കെ തേച്ചിട്ട് നമുക്ക് മുടി കെട്ടി വെക്കാം. അപ്പം ഞാനിതാ ഓയിൽ തേച്ച് മുടി കെട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഏത് ഓയിലാണ് ഉപയോഗിക്കുന്നതെന്ന് കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. പിന്നെ നമ്മുടെ ഫാമിലിയിൽ പുതുതായിട്ട് ഒരുപാട് മെമ്പേഴ്സ് വന്നിട്ടുണ്ട് കേട്ടോ. അവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് കരിഞ്ജീരകം കാച്ചിയ എണ്ണയാണ് കേട്ടോ ഞാൻ ഉപയോഗിക്കുന്നത്. ഞാൻ ഇതിൻ്റെ വീഡിയോ ഒക്കെ ചെയ്തിട്ടുള്ളതാണ്. പിന്നെ നമ്മുടെ ചലഞ്ചിൽ ഈ ഓയിൽ തന്നെ തേക്കണം എന്നൊരു നിർബന്ധവും ഇല്ല. പിന്നെ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഉപയോഗിക്കാം. പിന്നെ അല്ലെങ്കിൽ നിങ്ങൾ ഏത് ഓയിലാണോ ഉപയോഗിക്കുന്നത് അത് തന്നെ നമ്മുടെ ചലഞ്ചിൽ നിങ്ങൾ ഉപയോഗിച്ചാൽ മതി കേട്ടോ. അത് കുഴപ്പമൊന്നുമില്ല. അപ്പം ഇനി നമുക്ക് വേഗം പോയിട്ട് നമ്മുടെ ഇന്നത്തെ കെരാറ്റിൻ പാക്ക് തയ്യാറാക്കാം. അതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെയും കാണുന്നുണ്ടെങ്കിൽ ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ പേര് അജിഷ. നിങ്ങൾ വീഡിയോസൊക്കെ കണ്ടു നോക്കുക. നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണ്, യൂസ്ഫുൾ ആവുകയാണ് തോന്നുകയാണെങ്കിൽ മാത്രം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ പോയിട്ട് പാക്ക് തയ്യാറാക്കാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ കെരാറ്റിൻ പാക്കിൽ നമുക്ക് ആദ്യം തന്നെ വേണ്ടത് ഉഴുന്നാണ് കേട്ടോ. ഉഴുന്ന് നമ്മുടെ ഇന്നത്തെ പാക്കിലെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ്. അപ്പോൾ ഉഴുന്ന് ഞാനിവിടെ 2 സ്പൂൺ അളവിലാണ് എടുത്തിട്ടുള്ളത്. തലേ ദിവസം കഴുകിയിട്ട് കുതിർക്കാൻ ഇട്ടതാണ് കേട്ടോ. കഴുകിയിട്ട് കുതിർക്കാൻ ഇടാൻ വേണ്ടി നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഉഴുന്ന് നിങ്ങളുടെ മുടിക്ക് വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ലെങ്കിൽ ഇന്നത്തെ പാക്കിൽ എന്തായാലും നിങ്ങൾ ഉപയോഗിക്കണം. ഉഴുന്നിന്റെ കൂട്ടത്തിൽ നമുക്ക് വേണ്ടത് ചോറാണ് കേട്ടോ. ചോറ് ഞാനിത് ഒരു ചെറിയൊരു ബൗൾ നിറച്ചു എടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു കണക്ക് പറയുകയാണെങ്കിൽ ഒരു 4 സ്പൂൺ അളവിലൊക്കെ നിങ്ങൾക്ക് ചോറ് എടുക്കാം. പച്ചരിയുടെ ചോറൊക്കെ ആണെങ്കിൽ ഏറ്റവും നല്ലതാണ് കേട്ടോ. പിന്നെ ഇതിന് വേണ്ടിയിട്ട് പച്ചരിയുടെ ചോറൊക്കെ ഉണ്ടാക്കാൻ മടിയാണെങ്കിൽ ഏതരിയുടെ ചോറ് ഉപയോഗിച്ചാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇതിനകത്തേക്ക് നമുക്ക് കുറച്ച് തേങ്ങ കൂടി ചേർത്ത് കൊടുക്കാം. തേങ്ങയും ഞാനൊരു ചെറിയൊരു ബൗൾ നിറച്ചാണ് എടുത്തിട്ടുള്ളത്. ഒരു 4 സ്പൂൺ അളവ്, ആ ഒരു അളവിൽ നിങ്ങൾ എടുത്താൽ മതി. അപ്പോൾ നമ്മുടെ കെരാറ്റിൻ പാക്ക് ചെയ്യുമ്പോൾ ഡ്രൈനെസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിനകത്തേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമ്മുടെ പാക്കിൽ ആദ്യ ഘട്ടത്തിൽ വേണ്ടത്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അരച്ചെടുക്കുന്ന സമയത്ത് നമ്മൾ ഉഴുന്ന് കുതിർക്കാനിട്ട വെള്ളമില്ലേ, അത് തന്നെ ഉപയോഗിച്ചിട്ട് അരച്ചെടുത്താൽ മതി. കുറച്ച് തിക്കായിട്ട് തോന്നുകയാണെങ്കിൽ കുറച്ചുകൂടി വെള്ളം ഉപയോഗിക്കുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാനിതൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പം ഞാനിത് നന്നായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു തുണി ഉപയോഗിച്ചിട്ട് നമുക്കിത് അരിച്ചെടുക്കാം. പിന്നെ നമുക്ക് കെരാറ്റിൻ പാക്ക് കുറച്ച് തിക്കായിട്ടുള്ളതാണ് നമുക്ക് തേക്കാനൊക്കെ എളുപ്പം. പക്ഷെ ഞാൻ കുറച്ച് ലൂസായിട്ടാണ് കേട്ടോ ഒന്ന് തയ്യാറാക്കിയിട്ടുള്ളത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനത്തെ പാക്ക് അരിച്ചെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ തിക്കായി കഴിഞ്ഞാൽ നമുക്ക് അരിച്ചെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാവും. അപ്പോൾ അരിച്ചെടുക്കാൻ എളുപ്പത്തിനാണെങ്കിൽ നിങ്ങൾ കുറച്ച് ലൂസാക്കിയിട്ടാണെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ.
അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അടുത്തായിട്ട് ചേർത്ത് കൊടുക്കാനുള്ളത് മുട്ടയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കെരാറ്റിൻ പാക്ക് എന്ന് പറയുമ്പോൾ അതിനകത്ത് എന്തായാലും നമ്മൾ പ്രോട്ടീനും കൂടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ പ്രോട്ടീന് വേണ്ടിയിട്ട് നമ്മൾ മുട്ടയാണല്ലോ ചേർക്കുക. അപ്പോൾ ഞാനിതവിടെ ഒരു മുട്ട എടുത്തിട്ടുണ്ട്. മുട്ടയെ മൊത്തമായിട്ട് ചേർക്കേണ്ട ആവശ്യമില്ല. മുട്ടയുടെ വെള്ളം മാത്രം നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്താൽ മതി. നിങ്ങൾ മുട്ട ഉപയോഗിക്കാത്തവരാണെങ്കിൽ മുട്ട സ്കിപ്പ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമ്മുടെ കെരാറ്റിൻ പാക്കിന് റിസൾട്ട് കിട്ടാതിരിക്കുക അങ്ങനെ ഒന്നും ചെയ്യില്ല. നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല. മുട്ട സ്കിപ്പ് ചെയ്തിട്ട് നിങ്ങൾക്ക് ചെയ്യാം. അപ്പോൾ മുട്ടയും ചേർത്തിട്ട് ഞാനിത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ കെരാറ്റിൻ പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് മുടിയിലും സ്കാൽപ്പിലൊക്കെ തേച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പാക്ക് തേക്കുന്നതിന് മുമ്പായിട്ട് മുടിയിൽ ഓയിൽ തേക്കുക കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ഓയിലൊക്കെ തേച്ചതാണ്. അപ്പോൾ ഇനി പാക്ക് നമുക്ക് തേച്ച് കൊടുക്കാം. അപ്പോൾ പാക്ക് കുറച്ച് ലൂസായിട്ടുണ്ട് കേട്ടോ. ഞാൻ ലൂസാക്കിയത് കൊണ്ട് കുറച്ച് അധികം ലൂസായി പോയിട്ടുണ്ട്. മുട്ടയുടെ വെള്ളയും കൂടി ചേർത്ത സമയത്ത് കുറച്ചുകൂടി ലൂസായിട്ടുണ്ട്. കുറച്ചും കൂടി തിക്കാവുന്നതായിരിക്കും നല്ലത് കേട്ടോ. കാരണം നമുക്ക് തേക്കാൻ എളുപ്പം കുറച്ചുകൂടി തിക്കായിട്ടാണ്. പിന്നെ റിസൾട്ടിൽ വ്യത്യാസമൊന്നും വരില്ല കേട്ടോ. കുറച്ച് ലൂസായി പോയാലും തിക്കായി പോയാലൊന്നും റിസൾട്ടിൽ വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ നന്നായിട്ട് നമ്മൾ എല്ലാ പാക്കും തേക്കുന്നത് പോലെ തന്നെ സ്കാൽപ്പിൽ നന്നായിട്ട് തേച്ച് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് മുടിയിലും തേക്കണം കേട്ടോ. ഇന്നത്തെ പാക്ക് എന്തായാലും മുടിയിൽ തേക്കണം. കാരണം മുടിയുടെ ആ ടെക്സ്ചർ മാറ്റണമെങ്കിൽ നമ്മൾ മുടിയിലും കൂടി തേച്ച് കൊടുക്കണമല്ലോ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഒറ്റ യൂസിൽ റിസൾട്ട് കിട്ടുന്ന കെരാറ്റിൻ പാക്കാണ്. ഈ പാക്ക് നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ഒരുവിധപ്പെട്ട എല്ലാവർക്കും ഈ പാക്ക് ഇഷ്ടമാണ്. കാരണം ആ ഒറ്റ യൂസിൽ റിസൾട്ട് കിട്ടുക എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഇഷ്ടമാവുമല്ലോ. നമ്മുടെ എല്ലാവരുടെയും പ്രശ്നം മുടിക്ക് ഉള്ളില്ല എന്നുള്ളതാണ്. അപ്പോൾ ഒരു പാക്ക് ചെയ്തിട്ട് നമുക്ക് പെട്ടെന്ന് മുടിക്ക് ഉള്ളുള്ളതായിട്ട് തോന്നിക്കുമ്പോൾ എല്ലാവർക്കും അത് ഇഷ്ടമാവുമല്ലോ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ പോകുന്നതിൻ്റെ മുമ്പായിട്ട് ചെയ്യണമെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ ചെയ്ത് നോക്കാം കേട്ടോ. എനിക്ക് ഉറപ്പാണ് നല്ല റിസൾട്ട് കിട്ടുന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. പിന്നെ ഞാൻ പറഞ്ഞു നമ്മുടെ ഇന്നത്തെ പാക്കിലെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ഉഴുന്നാണ്. അപ്പം ഉഴുന്ന് സ്കിപ്പ് ചെയ്യാതിരിക്കാൻ വേണ്ടി പരമാവധി നിങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഉഴുന്ന് ചേരായികയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രം ഉഴുന്ന് ഒഴിവാക്കിയിട്ട് നമ്മുടെ ബാക്കി ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല കേട്ടോ. പിന്നെ ചോറും തേങ്ങയും എഗ് വൈറ്റും. അപ്പോൾ ചോറും തേങ്ങയും മാത്രമാണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് റിസൾട്ട് കിട്ടില്ല. അതിൻ്റെ കൂടെ എഗ് വൈറ്റും കൂടി ഉണ്ടെങ്കിൽ മാത്രമേ റിസൾട്ട് കിട്ടുള്ളൂ. പിന്നെ ഉഴുന്നുണ്ടെങ്കിലാണ് നമുക്ക് ആ ഒരു കറക്റ്റ് ആ ഒരു റിസൾട്ട് മുടിയുടെ ടെക്സ്ചറൊക്കെ ഒന്ന് മാറ്റണമെങ്കിൽ ഉഴുന്നാണ് കേട്ടോ നന്നായിട്ട് സഹായിക്കുക. നമ്മൾ ഉഴുന്ന് ഉപയോഗിച്ചിട്ട് ഒരുപാട് പാക്കുകൾ ചെയ്തിട്ടുണ്ട്. ഒറ്റ യൂസിൽ തന്നെ നമ്മുടെ മുടി നല്ല രീതിയിൽ ബൗൺസി ആക്കാനും പിന്നെ മുടി കൊഴിച്ചിൽ കുറയ്ക്കാനൊക്കെ മുടി വളരാനും ഒക്കെ നന്നായിട്ട് സഹായിക്കുന്നതാണ് കേട്ടോ ഉഴുന്ന്. പിന്നെ മുട്ട പറ്റാത്തവർക്ക് മുട്ട ഒഴിവാക്കിയിട്ട് ചോറും ഉഴുന്നും തേങ്ങയും മാത്രമായിട്ടും ചെയ്യാം. ഞാനിത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചലഞ്ച് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ചില ഇൻഗ്രീഡിയൻസ് ഒക്കെ കയ്യിലില്ലാതെ വരുമ്പോൾ ചിലവർക്ക് അതൊരു ടെൻഷനായോ ഇത് നമുക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ അങ്ങനെയുള്ളത് വരും. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ എടുത്തു പറഞ്ഞത്. പിന്നെ തേങ്ങയൊക്കെ എടുക്കാൻ വീട്ടിൽ നിന്ന് സമ്മതിക്കുന്നില്ല, അമ്മ ചീത്ത പറയുന്നൊക്കെ കുറച്ച് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഒട്ടും സമ്മതിക്കുന്നില്ല എന്നാണെങ്കിൽ തേങ്ങ സ്കിപ്പ് ചെയ്യാം. പക്ഷേ ഡ്രൈനെസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ തേങ്ങ ചേർക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അത്യാവശ്യം തേങ്ങ ഒഴിവാക്കുകയാണെങ്കിൽ അത്യാവശ്യം നന്നായിട്ട് തന്നെ ഓയിൽ തേച്ചിട്ട് മാത്രമേ പാക്ക് മുടിയിൽ ഉപയോഗിക്കാൻ പാടുള്ളൂ കേട്ടോ. ഇനി അതൊന്നും ഞാൻ പറയുന്നത് കേൾക്കാതെ ചെയ്തിട്ട് ചേച്ചി മുടി ഒരുപാട് ഡ്രൈ ആയിപ്പോയി അങ്ങനെ ഒരിക്കലും പറയാം. ഞാൻ എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങളുടെ മുടിയുടെ ടെക്സ്ചർ എങ്ങനെയാണോ അതൊക്കെ നോക്കിയിട്ട് നിങ്ങൾ കറക്റ്റായിട്ട് തന്നെ ചെയ്യാം. അപ്പോൾ സ്കാൽപ്പിൽ എല്ലായിടത്തും നന്നായിട്ട് തന്നെ തേച്ച് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് മുടിയിലും നന്നായിട്ട് തേച്ച് കൊടുക്കണം. പിന്നെ മുടിയിൽ തേക്കുന്ന സമയത്ത് ആദ്യം പാക്ക് ചെയ്യുന്നതിന് മുമ്പ് തന്നെ മുടി നന്നായിട്ട് ചീകണം കേട്ടോ. കെട്ടുണ്ടാവാൻ പാടില്ല. അപ്പോൾ ഓരോ സെക്ഷനായിട്ട് മുടി എടുത്തിട്ട് മുടിയുടെ തുടക്കം മുതൽ എൻഡ് വരെ ഇങ്ങനെ വലിച്ചു പിടിച്ചിട്ട്, ഒരുപാട് വലിക്കാനല്ല പറഞ്ഞാൽ കുറച്ച് ചെറിയ രീതിയിലൊന്ന് വലിച്ചു പിടിച്ചിട്ട് തുടക്കം മുതൽ എൻഡ് വരെ നന്നായിട്ട് തന്നെ നിങ്ങൾ തേച്ച് കൊടുക്കുക. പിന്നെ ഈ ഒരു പാക്ക് തേച്ച് കഴിഞ്ഞിട്ട് 15 മിനിറ്റ് നേരം വെച്ചിട്ട് കഴുകുമ്പോഴാണ് കേട്ടോ നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടുക. പിന്നെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ തണുപ്പൊക്കെ പറ്റാത്തവരൊക്കെ ആണെങ്കിൽ നിങ്ങളുടെ ആരോഗ്യം ശ്രദ്ധിച്ചിട്ട് മാത്രം നിങ്ങൾ ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾ കഴുകുമ്പോൾ വേറെ ഷാമ്പോ താളി ഒന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. വെറുതെ വെള്ളത്തിൽ നല്ല വൃത്തിയായിട്ട് തന്നെ നിങ്ങൾ കഴുകി എടുത്താൽ മതി. ഇതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾ ഷാമ്പു ഉപയോഗിച്ച് കഴുകി കഴിഞ്ഞാൽ നമ്മുടെ മുടി ഒരുപാട് ഡ്രൈ ആയി പോകാനും മുടി പൊട്ടിപ്പോകാനും ചാൻസ് കൂടുതലാണ്. അപ്പോൾ നിങ്ങൾ വെറുതെ വെള്ളത്തിൽ കഴുകിയാൽ മതി. പിന്നെ ചിലവർക്കൊരു ഡൗട്ട് ഉണ്ടാവും, മുട്ടയുടെ സ്മെല്ല് ഉണ്ടാവോ ഉഴുന്നിൻ്റെ സ്മെല്ല് ഉണ്ടാവോ എന്നുള്ളത്. സ്വാഭാവികമാണ് അങ്ങനെ ഒരു ഡൗട്ട് വരുന്നത്. അങ്ങനത്തെ സ്മെല്ലോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. നിങ്ങൾ കൂടുതലായിട്ട് വെള്ളം ഉപയോഗിച്ചിട്ട് നല്ല വൃത്തിയായിട്ട് തന്നെ കഴുകി എടുത്താൽ മതി. അപ്പോൾ ഞാനിത് ആ പാക്ക് കംപ്ലീറ്റ് ആയിട്ട് മുടിയിലും സ്കാൽപ്പിലൊക്കെ തേച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ മുടി കെട്ടി വെക്കുന്നില്ല കേട്ടോ. കെരാറ്റിൻ പാക്ക് ചെയ്യുമ്പോൾ നമ്മൾ പൊതുവേ കെട്ടി വെക്കാറില്ല. കാരണം ആ ഒരു വളവ് അങ്ങനെ വരുന്നത് കൊണ്ടാണ്. അപ്പോൾ കെട്ടി വെക്കാതെ ഇങ്ങനെ തന്നെ ഇടുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ എത്ര സമയം വെക്കണം, എങ്ങനെ കഴുകണം, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു രീതിയിൽ തന്നെ നിങ്ങൾ ചെയ്യുക. ഷാമ്പു ഉപയോഗിച്ച് ഒരിക്കലും കഴുകരുത്. താളി അങ്ങനെ ഒന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. വെറുതെ വെള്ളത്തിൽ നിങ്ങൾ കഴുകിയാൽ മതി. അപ്പോൾ ഇന്ന് കഴുകുന്നത് കാണിക്കുന്നില്ല കേട്ടോ. വേറെ ഒന്നും ഉപയോഗിച്ച് കഴുകാത്തതുകൊണ്ടാണ് ഞാൻ കാണിക്കാത്തത്. കാരണം വെറുതെ വെള്ളത്തിൽ കഴുകുന്ന എല്ലാവർക്കും അറിയുന്ന കാര്യമില്ല. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ കാണിക്കാത്തത്.
അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങൾ മുടി കഴുകി ഉണങ്ങി കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഹെയർ സെറം എന്തെങ്കിലും ഉപയോഗിക്കാം. നൈറ്റ് ഹെയർ കെയർ ചെയ്യുമ്പോഴുള്ള കാര്യമാണ് കേട്ടോ പറയുന്നത്. ഹെയർ സെറം എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് ചെറിയ രീതിയിലൊരു മസാജിങ് ഒക്കെ കൊടുത്തിട്ട് നിങ്ങൾ കെട്ടി വെച്ചാൽ മതി. അപ്പോൾ നമ്മുടെ ചലഞ്ചിൽ ഡേ 7 നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു കൊടുത്താൽ മതി കേട്ടോ. പിന്നെ നിങ്ങൾ മുടി കഴുകി കഴിഞ്ഞിട്ട് ഇപ്പം നിങ്ങൾ ഓയിൽ കുറവാണ് തേച്ചത്, നമ്മൾ തേങ്ങ ചേർത്തതിൻ്റെ അളവ് ലേശം കുറഞ്ഞു പോയി, അപ്പോൾ അങ്ങനെയൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ഡ്രൈനസ് വരാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ തോന്നുകയാണെങ്കിൽ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, ഹെയർ സെറം തേച്ച് കൊടുക്കുക. അല്ലെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന ഓയിൽ കുറച്ചെടുത്തിട്ട് മുടിയിൽ തേച്ച് കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഒരു പരിധിയിൽ കൂടുതൽ അളവിൽ ഡ്രൈനസ് ഉണ്ടെങ്കിൽ മാത്രമാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. അങ്ങനെ തോന്നുകയാണെങ്കിൽ കുറച്ച് ഓയിൽ എടുത്ത് തേച്ച് കൊടുത്താൽ മതി, വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഹെയർ ഗ്രോത്തിന് നല്ലതാണ്, ടെക്സ്ചർ മാറ്റിയെടുക്കാൻ നല്ലതാണ്. എന്തെങ്കിലും ഫംഗ്ഷൻ ഒക്കെ പോകുന്നതിന് തലേ ദിവസം നിങ്ങൾ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ മുടിയൊക്കെ നല്ല ഭംഗിയായിട്ട് ഇരിക്കാനും ഈ ഒരു പാക്ക് നന്നായിട്ട് സഹായിക്കും. ചലഞ്ച് ചെയ്യുന്നവർക്ക് ഇന്നത്തെ ദിവസം ഈ ഒരു കെരാറ്റിൻ പാക്ക് ചെയ്യുക. ചലഞ്ച് ചെയ്യാത്തവർക്ക് കെരാറ്റിൻ പാക്ക് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ആഴ്ചയിൽ ഒരു തവണ നമ്മുടെ മുടിയിൽ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. പിന്നെ നമ്മുടെ ചലഞ്ചിൽ ഡേ 8 എന്താണ് ചെയ്യേണ്ടതെന്ന് എല്ലാവർക്കും അറിയാം. നമ്മൾ ഡെയിലി ഹെയർ വാഷ് ചെയ്യുന്നവർക്ക് ഡെയിലി ഹെയർ വാഷ് ചെയ്യാം, മുടി കഴിയാത്തവർക്ക് കഴിയേണ്ട ആവശ്യമില്ല. ഡെയിലി ഹെയർ വാഷ് ചെയ്യുന്നവർക്ക് മുടിയിൽ കുറച്ച് ഓയിൽ തേച്ചിട്ട് താളി എന്തെങ്കിലും ഉപയോഗിച്ച് കഴിയും, അങ്ങനെ കഴിയുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. മോർണിംഗ് ഹെയർ കെയറും നൈറ്റ് ഹെയർ കെയറും കാര്യമായിട്ട് ചെയ്ത് കൊടുക്കുക. വേറെ പാക്കുകളും കാര്യങ്ങളും ഒന്നും അന്നത്തെ ദിവസം നമ്മൾ മുടിയിൽ ചെയ്ത് കൊടുക്കുന്നില്ല. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. ഞാൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നിട്ടുണ്ട്. ഇനി എന്തെങ്കിലും ഞാൻ വിട്ടുപോയ കാര്യമുണ്ട്, നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റിലൂടെ ചോദിച്ചാൽ മതി. എനിക്ക് അറിയാവുന്ന കാര്യമാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോ ആയിട്ട് നമുക്കിനി അടുത്ത ദിവസം കാണാം.